പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പുതിയ മന്ദിരത്തിന്റെയും ഡയാലിസിസ് യൂണിറ്റിന്റെയും ഉദ്ഘാടനം നടന്നത് ഇന്നലെ. ഉദ്ഘാടകനായത് മുഖ്യമന്ത്രി, ഒപ്പം ആരോഗ്യമന്ത്രിയും. വാദ്യഘോഷങ്ങളോടെ നടന്ന ഉദ്ഘാടനത്തിന് ശേഷം ഞങ്ങൾ പുതിയ കെട്ടിടമൊന്ന് ചുറ്റിക്കണ്ടു. പുറമേക്ക് മനോഹരമായ കെട്ടിടം, പക്ഷെ അകത്തോ? ആദ്യം കണ്ടത് ഡയാലിസിസ് യൂണിറ്റ്. യന്ത്രങ്ങളോ ബെഡുകളോ ഒന്നുമില്ലാത്ത വെറും മുറികൾ. ചിലയിടത്ത് യന്ത്രങ്ങൾ പിടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ, നോക്കുകുത്തികൾ. 3 ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഒരെണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പണി തീർന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശേഷവും രോഗികളെ കിടത്താൻ വിഭാവനം ചെയ്തിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വേണ്ട മുറികളും കാലി. OP ബ്ലോക്കിൽ ഒരു കസേര പോലും ഇട്ടിട്ടില്ല. മറ്റു പരിശോധനാ സംവിധാനങ്ങളുടെ കാര്യം പറയാതിരിക്കുകയാണ് ഭേദം. കെട്ടിടത്തിന്റെ മുകൾ നിലകളിൽ വൈദ്യുതി പോലുമില്ല. ലിഫ്റ്റിന്റെ സേഫ്റ്റി പരിശോധന പോലും നടത്തിയിട്ടില്ല. പുതിയ ആശുപത്രി കെട്ടിടം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടാണ്. 48 കോടി മുടക്കിയെന്നാണ് ആരോഗ്യമന്ത്രിയുടെ സമൂഹമാധ്യമ പോസ്റ്റിൽ പറയുന്നത്. പക്ഷേ മേനിപറച്ചിലിനപ്പുറം പാവപ്പെട്ട രോഗികൾക്ക് പുതിയ കെട്ടിടത്തിന്റെ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രയോജനം എപ്പോൾ ലഭിക്കുമെന്നതാണ് ചോദ്യം. ക്യാമറാമാൻ ജയൻ കല്ലുമലയ്ക്കൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.